SSLC പരീക്ഷ ഉയർന്ന മാർക്കോട് കൂടി ജയിച്ചപ്പോൾ ഞാൻ നിനക്ക് സമ്മാനമായി തന്ന ആ ഫോൺ നീ എന്തിനാണ് വിറ്റത്? ഈ സെന്റൻസിനെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ആദ്യം നമുക്ക് ഈ സെന്റൻസിനെ 3 ഭാഗമാക്കി തിരിക്കാം. എന്നിട്ട് ഓരോ ഭാഗവും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒന്നാമത്തെ ഭാഗം, നീ എന്തിനാണ് ആ ഫോൺ വിറ്റത്? രണ്ടാമത്തത്, ഞാൻ നിനക്ക് സമ്മാനമായി തന്ന. മൂന്നാമത്തെ ഭാഗം, നീ SSLC പരീക്ഷ ഉയർന്ന മാർക്കോട് കൂടി ജയിച്ചപ്പോൾ. ഇങ്ങനെ 3 ഭാഗമാക്കിയിട്ട് ഓരോന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്നിട്ട് 3ഉം കൂടി ഒരുമിച്ച് പറഞ്ഞു നോക്കാം. നീ എന്തിനാണ് ആ ഫോൺ വിറ്റത്? ഈ ഭാഗം ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇവിടെ എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ഏതാ ചോദ്യവാക്ക്? വൈ. അപ്പോൾ ആദ്യം വൈ എന്ന് എഴുതുക. ഇനി ഏതാണ് സബ്ജക്റ്റ്? നീ എന്നുള്ളതാണല്ലോ. അപ്പോൾ യു എന്ന് എഴുതുക. ഇനി വേർബ് ഏതാണ്? വിറ്റത് എന്നാണ്. വിൽക്കുക എന്നുള്ളതിന് ഏതാ വാക്ക്? സെൽ. ഇനി വിറ്റത് എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി വൈ എന്ന ചോദ്യവാക്കിന് ശേഷം ഡിഡ് എന്ന ഒരു സഹായക ക്രിയ ഉപയോഗിക്കണം. വൈ ഡിഡ് യു സെൽ? നീ എന്തിനാണ് വിറ്റത്? ഇനി ഏതാണ് ബാക്കിയുള്ളത്? ആ ഫോണ്. ഫോണ് എന്ന് എഴുതുക. ഇനി ആ എന്നുള്ളതിന് ഏതാ വാക്ക്? ദാറ്റ് ഫോണ്. ഇപ്പോൾ ഈ ഭാഗം മുഴുവനായി. വൈ ഡിഡ് യു സെൽ ദാറ്റ് ഫോൺ? നീ എന്തിനാണ് ആ ഫോൺ വിറ്റത്? ഇനി രണ്ടാമത്തെ ഭാഗം, ഞാൻ നിനക്ക് സമ്മാനമായി തന്ന. ഇവിടെ ഏതാണ് സബ്ജക്റ്റ്? ഞാൻ എന്നുള്ളതാണ്. അപ്പോൾ ഐ എന്ന് എഴുതുക. ഇനി വേർബ് തന്ന എന്നാണ്. തരിക എന്നുള്ളതിന് ഏതാ വാക്ക്? ഗിവ്. ഇനി തന്ന എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഗിവിൻ്റെ പാസ്റ്റ് ഫോമാണ് വേണ്ടത്, ഗേവ്. ഇനി നിനക്ക് എന്നുള്ളതിന് യു. ഐ ഗേവ് യു, ഞാൻ നിനക്ക് തന്ന. ഇനി എന്തായിട്ട്? സമ്മാനമായിട്ട്. സമ്മാനം എന്നുള്ളതിന് ഗിഫ്റ്റ്. ഇനി സമ്മാനമായിട്ട് എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഗിഫ്റ്റ് എന്നതിൻ്റെ തൊട്ടു മുമ്പിൽ ആസ് എ എന്ന് ചേർക്കണം. ആസ് എ എന്ന 2 വാക്ക് ചേർക്കണം. ആസ് എ ഗിഫ്റ്റ്, സമ്മാനമായിട്ട്. ഇപ്പോൾ ഈ ഭാഗവും മുഴുവനായി. ഐ ഗേവ് യു ആസ് എ ഗിഫ്റ്റ്, ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തന്ന. ഇനി മൂന്നാമത്തെ ഭാഗം, നീ SSLC പരീക്ഷ ഉയർന്ന മാർക്കോട് കൂടി ജയിച്ചപ്പോൾ. ഇവിടെ ഏതാണ് സബ്ജക്റ്റ്? നീ എന്നുള്ളതാണല്ലോ. അപ്പോൾ യു എന്ന് എഴുതുക. ജയിക്കുക എന്നുള്ളതിന് ഏതാ വാക്ക്? പാസ്. നമുക്ക് ജയിച്ചപ്പോൾ എന്നാണല്ലോ വേണ്ടത്. ജയിച്ചു എന്നുള്ളതിന് ഏതാ വാക്ക്? പാസിൻ്റെ പാസ്റ്റ് ഫോം ആണ് വേണ്ടത്, പാസ്ഡ്. ഇനി ജയിച്ചപ്പോൾ, അപ്പോൾ എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി യു എന്ന സബ്ജക്റ്റിന് തൊട്ടു മുമ്പിൽ വെൻ എന്ന് കൂടി ചേർക്കണം. വെൻ യു പാസ്ഡ്, നീ ജയിച്ചപ്പോൾ. എന്ത്? SSLC പരീക്ഷ, SSLC എക്സാം എന്ന് എഴുതുക. ഇനി ഏതാണ് ബാക്കിയുള്ളത്? ഉയർന്ന മാർക്കോട് കൂടി. ഉയർന്ന എന്നുള്ളതിന് ഏതാ വാക്ക്? ഹൈ. മാർക്ക് എന്നുള്ളതിന് മാർക്സ്. ഇനി ഉയർന്ന മാർക്കോട് കൂടി എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഹൈ മാർക്സിൻ്റെ തൊട്ടു മുമ്പിൽ വിത്ത് എന്ന് കൂടി ചേർക്കണം. വിത്ത് ഹൈ മാർക്സ്, ഉയർന്ന മാർക്കോട് കൂടി. ഇപ്പോൾ ഈ ഭാഗവും മുഴുവനായി. വെൻ യു പാസ്ഡ് SSLC എക്സാം വിത്ത് ഹൈ മാർക്സ്, നീ ഉയർന്ന മാർക്കോട് കൂടി SSLC പരീക്ഷ ജയിച്ചപ്പോൾ. ഇനി നമുക്ക് ഈ 3 ഭാഗം കൂടി ഒരുമിച്ച് പറഞ്ഞു നോക്കാം. Why did you sell that phone I gave you as a gift when you passed SSLC exam with high marks? നീ ഉയർന്ന മാർക്കോട് കൂടി SSLC പരീക്ഷ ജയിച്ചപ്പോൾ ഞാൻ നിനക്ക് സമ്മാനമായി തന്ന ആ ഫോൺ നീ എന്തിനാണ് വിറ്റത്? ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് മലയാളം സെൻറ്റൻസുകൾ തരാം. നിങ്ങൾ അതിനെ ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. 1, ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല? 2, നിന്റെ അച്ഛൻ നിനക്ക് വാങ്ങിത്തന്ന ആ സ്വർണ്ണമാല നിനക്ക് എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത്? 3, കഴിഞ്ഞ മാസം എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ പാസ്പോർട്ട് നീ എവിടെയാണ് കണ്ടത്? ഈ സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ ശരിയായ സെൻറ്റൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. ഇതിനു മുമ്പും ഇതുപോലെയുള്ള ട്രാൻസ്ലേഷൻ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ലേറ്റ് മലയാളം സെൻറ്റൻസസ് ഇൻ ടു ഇംഗ്ലീഷ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. ഇതുപോലെയുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.